വന്യജീവി ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ സർക്കാർ പരാജയപ്പെട്ടു എന്നാരോപിച്ച് വയനാട്ടിൽ UDF പ്രഖ്യാപിച്ച ഹർത്താൽ തുടങ്ങി. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കി. ഹർത്താലുമായി സഹകരിക്കില്ലെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. വാർത്തയുടെ വിശദാംശങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. രാജേഷ്, നിരന്തരമായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് വയനാട്ടിൽ UDFന്റെ ഹർത്താൽ ആരംഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവശ്യ സർവീസുകളെ എല്ലാം തന്നെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഈ ഹർത്താലുമായി സഹകരിക്കില്ല എന്നും പറയുന്നു. കൂടാതെ ലക്കിടിയിലടക്കം വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ കാണുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ നിരവധി ജീവൻ പൊലിയുന്ന സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിലാണ് ഇപ്പോൾ UDF ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഇപ്പോൾ ഹർത്താൽ. ഇതിനിടെ ഈ ലക്കിടിയിൽ, കോഴിക്കോട് വയനാട് ബോർഡറായ ലക്കിടിയിൽ ഇപ്പോൾ പോലീസും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റമുണ്ടായി. ഇത് പ്രധാനമായും റോട്ടിലിറങ്ങി പ്രതിഷേധിച്ച പ്രവർത്തകരെ, UDF പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തൊട്ടു പിന്നാലെ ബത്തേരിയിലും ഇതുപോലെ KSRTC ബസ് അടക്കമുള്ള ഗതാഗതം തടഞ്ഞ് ഇപ്പോൾ പ്രവർത്തകർ ഒരു പ്രതിഷേധം, അല്ലെങ്കിൽ ഒരു ഹർത്താൽ ഭാഗമായി ബസ്സുകളെല്ലാം തടയുകയാണ്. എന്തായാലും വർദ്ധിച്ചിരുന്ന വന്യജീവി ആക്രമണത്തിൽ സർക്കാർ വേണ്ട നടപടി സ്വീകരിക്കാനോ അല്ലെങ്കിൽ അതിന് പരിഹാരം കാണാനോ സാധിക്കുന്നില്ല എന്നൊരു ആവശ്യം ഉന്നയിച്ച്, അല്ലെങ്കിൽ എന്നൊരു ആരോപണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിപക്ഷമായ UDF ഇപ്പോൾ ഒരു വലിയ രീതിയിലുള്ള ഹർത്താൽ വയനാട്ടിൽ പ്രഖ്യാപിച്ചത്. ഇത് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ നീളും. ഇതിൽ പ്രധാനമായും അവശ്യ സർവീസുകളെല്ലാം ഇപ്പോൾ ഈ ഹർത്താലിന് ഒഴിവാക്കിയിട്ടുണ്ട്. തൊട്ടു പിന്നാലെ പള്ളിക്കുന്ന് തിരുനാൾ അടക്കമുള്ള ആഘോഷങ്ങളിൽ നിന്നും ഇപ്പോൾ ഹർത്താലിനെ ഒഴിവാക്കിയിട്ടുണ്ട്. എന്തായാലും വയനാട് സംബന്ധിച്ചോളം നിരന്തരം വന്യജീവി ആക്രമണം വർദ്ധിച്ചിരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ UDF ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. 43 ദിവസത്തിനിടെ 4 പേരാണ് ഇപ്പോൾ വയനാട്ടിലെ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ പ്രധാനമായും 2025 ജനുവരി 8-ന് കുട്ട സ്വദേശിയായ വിഷ്ണു അടക്കം, തൊട്ടു പിന്നാലെ വന്ന പഞ്ചാരക്കൊല്ലി സ്വദേശി രാധ അടക്കം, 2 ദിവസം മുന്നേ വന്ന നൂൽപ്പുഴയിലെ മാനു അടക്കം, പിന്നാലെ ഇന്നലെ മരിച്ച ആദിവാസി യുവാവായ ബാലനടക്കം നിരവധി പേർക്ക് ഇതുപോലെ വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടമാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ പ്രധാനമായും ഈ വന്യജീവി ആക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധവുമായി ഇപ്പോൾ ഒരു UDF രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഹർത്താലിൽ നിന്ന് പാല്, പരീക്ഷ, പത്രം, വിവാഹം, ആശുപത്രിയിലെ അത്യാവശ്യ യാത്ര ഇതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് 10 മണിയോടെ അല്പസമയത്തിനുള്ളിൽ ഒരു UDFന്റെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. എന്തായാലും ഈ വന്യജീവി സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് ജില്ലയിൽ സർവീസ് നടത്തേണ്ടതാണ് ഇപ്പോൾ, അല്ലെങ്കിൽ ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട് സംഘർഷ നിമിഷ സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ബസ് ഓപ്പറേറ്റർ അസോസിയേഷൻ ജില്ലയിൽ സർവീസ് നടത്തേണ്ട ഒരു തീരുമാനമെടുത്തിരുന്നു. എന്നാൽ തൊട്ടു പിന്നാലെ ഇന്ന് രാവിലെയോടെ ഈ ബസ് സർവീസുകളെല്ലാം ആരംഭിക്കുന്ന ഒരു സാഹചര്യം. KSRTC ബസ് അടക്കം ഇപ്പോൾ നിരത്തിൽ ഓടുന്നുണ്ട്. എന്നാൽ പ്രവർത്തകർ ഇതെല്ലാം തടയുന്ന സാഹചര്യമാണ്. എന്തായാലും ഇന്നലെ മരിച്ച അട്ടമല സ്വദേശിയായ ബാലൻ്റെ മരണത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടു കൂടിയാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള വലിയ പ്രതിഷേധവുമായി UDF രംഗത്ത് വന്നിരുന്നത്. പഞ്ചാരക്കൊല്ലി സ്വദേശിയായ രാധ മരിച്ചപ്പോഴും ഇതുപോലെ UDF SDPI അടക്കമുള്ള പാർട്ടികൾ ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധമായി അല്ലെങ്കിൽ ഹർത്താലുമായി രംഗത്ത് വന്നിരുന്നു. എന്നാൽ വീണ്ടും ഒരു ആക്രമണം, അല്ലെങ്കിൽ വീണ്ടും ഒരു വന്യജീവി ആക്രമണം നടന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഒരു ഹർത്താലുമായി രംഗത്ത് വന്നത്. അതേസമയം തന്നെ ഈ ഹർത്താൽ ഇന്ന് UDF പ്രഖ്യാപിച്ച ഹർത്താലിൽ നിന്നും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും ഒരു സമരത്തോട് യോജിക്കുന്നില്ല, അല്ലെങ്കിൽ പങ്കെടുക്കുന്നില്ല, വിട്ടുനിൽക്കുന്ന സാഹചര്യമാണുള്ളത്. പ്രധാനമായും ജനജീവിതത്തെ സ്തംഭിക്കുന്ന രീതിയിലുള്ള സമരരീതിയോട് യോജിക്കാനാകില്ലെന്നാണ് ഇപ്പോൾ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റർ അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. എന്തായാലും പ്രവർത്തകരും പോലീസും തമ്മിൽ ലക്കിടിയിലടക്കം ഒരു സംഘർഷ സാഹചര്യം നിലനിന്നിരുന്നു. വാക്കേറ്റം ഉണ്ടായിരുന്നു. റോട്ടിലിറങ്ങി പ്രതിഷേധിച്ച, അല്ലെങ്കിൽ റോട്ടിൽ കിടന്ന് പ്രതിഷേധിച്ച സമരക്കാരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കി. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായി, അല്ലെങ്കിൽ ഹർത്താലുമായാണ് ഇപ്പോൾ UDF വയനാട്ടിൽ മുന്നോട്ട് പോകുന്നത്. ഈ വന്യജീവി ആക്രമണം നിരന്തരം വർദ്ധിക്കുന്ന വയനാടിനെ സംബന്ധിച്ചോളം ഈ പ്രതിപക്ഷം അതിനെ
നിയമസഭയിലടക്കം ഉന്നയിച്ച സാഹചര്യത്തിൽ അതിന് തൊട്ട് പിന്നാലെ വീണ്ടും ഒരു ആക്രമണം അല്ലെങ്കിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു ആദിവാസി യുവാവ് കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ UDF ഒരു ഹർത്താലുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതേസമയം തന്നെ ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിൽ 10 കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കാൻ അല്ലെങ്കിൽ അത് ഉടൻ നടപ്പാക്കാനാണ് ഇപ്പോൾ വനംവകുപ്പ് പ്രധാനമായും ശ്രമിക്കുന്നത്. അതേസമയം തന്നെ ഈ ഉന്നതതല യോഗം ചേർന്ന പിന്നാലെയും ഈ ജനവാസ മേഖലയിലേക്ക് വിവിധ വന്യജീവികൾ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇടുക്കിയെ സംബന്ധിച്ചോളം ഇടുക്കി മൂന്നാറിൽ പടയപ്പോൾ ഇപ്പോൾ ഒരു യുവതിക്ക് നേരെ ആക്രമണം, യുവതിക്ക് സാരമായി പരിക്കേറ്റ് ഇപ്പോൾ യുവതി ആശുപത്രിയിലാണ്. തൊട്ടു പിന്നാലെ എറണാകുളം വെറ്റിലപ്പാറയിൽ ഇതുപോലെ കുട്ടികളടക്കം സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ റബ്ബർ തൊഴിലാളികളടക്കം സഞ്ചരിക്കുന്ന റോഡിൻ്റെ സമീപത്തായി രണ്ട് കാട്ടാനയെ കണ്ടെത്തുന്നു. തൊട്ടു പിന്നാലെ നീലഗിരിയിലും അതുപോലെ വയനാട് തൊട്ടപ്പുറത്തുള്ള നീലഗിരിയിലും ഇതുപോലെ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തുന്നു. മലപ്പുറത്ത് ഒരു കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ബസ് യാത്രക്കാരനെ ഇരുചക്ര യാത്രക്കാരന് സാരമായി പരിക്കേറ്റുന്നു. എന്തായാലും ഈ ഉന്നതതല യോഗം ചേർന്നതിന് പിന്നാലെയും സംസ്ഥാനത്ത് വിവിധ വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യം തന്നെയാണ്. എന്തായാലും ഈ സർക്കാർ കൊണ്ടുവന്ന അല്ലെങ്കിൽ വനംവകുപ്പ് കൊണ്ടുവന്ന ഈ 10 കർമ്മ പദ്ധതികൾ അതിവേഗത്തിൽ നടപ്പിലാക്കാനാണ് ഇപ്പോൾ വനംവകുപ്പ് ശ്രമിക്കുന്നത്. ഇത് വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലും അല്ലെങ്കിൽ നാട്ടുകാരുടെ പ്രതിഷേധം സർക്കാരിന് മേൽ വനംവകുപ്പിൻ്റെ മേൽ ആഞ്ഞടിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു 10 കർമ്മ പദ്ധതികൾ ഇപ്പോൾ വനംവകുപ്പ് ഉടനടി ദ്രുതഗതിയിൽ നടപ്പിലാക്കാൻ പോകുന്നത്. ഇത് പ്രധാനമായും എല്ലാ ഫോറസ്റ്റ് ഡിവിഷനിലും ആനത്താരകൾ നിർമ്മിക്കാനുള്ള പദ്ധതികൾ, വന്യജീവികളുടെ സ്ഥിരം സഞ്ചാരപാതകൾ ഇപ്പോൾ വനംവകുപ്പ് നിരീക്ഷിക്കും. തൊട്ടു പിന്നാലെ വന്യജീവി സംഘർഷ മേഖലയിൽ പ്രശ്നം പരിഹരിക്കാൻ ഉടനടി പ്രതികരിക്കാൻ സാധിക്കുന്ന ഒരു സന്നദ്ധ പ്രതികരണ സേന രൂപീകരിക്കും. അതുപോലെ ഈ വന്യജീവി ആക്രമണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഗോത്ര സമൂഹത്തിൻ്റെ അറിവ് ഈ 10 കർമ്മ പദ്ധതികൾ ഉൾപ്പെടുത്തും. വേനൽക്കാലമായതിനാൽ ഈ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യജീവികൾ തടയാൻ വേണ്ടി കാട്ടിനുള്ളിൽ ഭക്ഷണവും വെള്ളം ഒരുക്കുമെന്ന് തുടങ്ങിയ 10 കർമ്മ പദ്ധതികൾ അതിവേഗം നടപ്പിലാക്കാനാണ് ഇപ്പോൾ വനംവകുപ്പ് ആലോചിക്കുന്നത്. എന്തായാലും വനാതിർത്തിയിലടക്കം സൗരോർജ്ജ വേലികൾ സ്ഥാപിക്കും. ഇതെല്ലാം ഒരു 10 കർമ്മ പദ്ധതികൾ ഉടനടി ആവിഷ്കരിക്കാനാണ് ഇപ്പോൾ വനംവകുപ്പ് തീരുമാനിക്കുന്നത്. അതേസമയം തന്നെ നിരന്തര പരാതി നൽകിയിട്ടും വന്യജീവി ആക്രമണം വർദ്ധിക്കുന്നതാണ് ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ, സംസ്ഥാനത്തെ മലയോരത്ത് താമസിക്കുന്ന ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ആശങ്ക സൃഷ്ടിക്കുന്നത്. എന്തായാലും ഇന്നും സംസ്ഥാനത്തിലെ വിവിധയിടങ്ങളിൽ കാടിറങ്ങി ജനവാസ മേഖലയിലേക്ക് വന്യജീവികൾ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇടുക്കി മൂന്നാറിൽ പടയപ്പ ഒരു യുവതിക്ക് നേരെ ആക്രമണം അയച്ചുവിടുന്നു. തൊട്ടു പിന്നാലെ വെറ്റിലപ്പാറയിലും അതിരപ്പള്ളിയിലും വന്യജീവി ആക്രമണം അല്ലെങ്കിൽ പ്രധാനമായി കാട്ടാനാക്രമണം നേരിടേണ്ടി വരുന്നു. മലപ്പുറം ജില്ലയിൽ ഇതുപോലെ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഇരുചക്ര യാത്രക്കാരനെ സാരമായി പരിക്കേൽക്കുന്നു. എന്തായാലും ഈ വരുന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ച ഈ 10 കർമ്മ പദ്ധതികൾ അതിവേഗത്തിൽ നടപ്പിലാക്കാനാണ് ഇപ്പോൾ വനംവകുപ്പ് ശ്രമിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാണ് മലയോര പ്രദേശമായ ഇടുക്കിയിലായാലും ഇപ്പോൾ വയനാട്ടിൽ നിവാസികളെല്ലാം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണത്തിൽ സർക്കാർ യാതൊരു ഇടപെടലും അല്ലെങ്കിൽ അതിനെ പരിഹരിക്കാനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നൊരു ആക്ഷേപം ഉന്നയിച്ചാണ് ഇപ്പോൾ വയനാട് ജില്ലയിൽ UDF ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്തായാലും ലക്കിടി അടക്കമുള്ള ബത്തേരിയിൽ അടക്കമുള്ള പ്രധാന സ്ഥലങ്ങളിൽ തന്നെ ഈ അതിർത്തിയിൽ തന്നെ ഇപ്പോൾ UDF പ്രവർത്തകരും ഈ യാത്രക്കാരും പോലീസും തമ്മിൽ ഒരു വാക്കേറ്റമുണ്ടായി. റോട്ടിൽ കിടന്ന് പ്രതിഷേധിച്ച പ്രതിഷേധക്കാരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഹർത്താൽ അല്ലെങ്കിൽ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ വയനാടിനെ സംബന്ധിച്ചോളം വനംവകുപ്പിന് എതിരെ ഉയരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വയനാട്ടിൽ UDF ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരു വന്യജീവി ആക്രമണം അല്ലെങ്കിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഇനിയൊരു ജീവൻ പൊലിയാത്ത സാഹചര്യത്തിൽ ഈ ഫെൻസിംഗ് അടക്കമുള്ള ഈ വനാതിർത്തിയിലെ ട്രെഞ്ചിങ് അടക്കമുള്ള ഒരു ട്രെഞ്ചിൻ്റെ അറ്റകുറ്റപ്പണികൾ അതിവേഗം പുരോഗമിക്കണം അല്ലെങ്കിൽ അതിവേഗം നടപ്പിലാക്കണമെന്നാണ് പ്രധാനമായും പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത്. എന്തായാലും ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ 10 മണിയോടെ അല്പസമയത്തിനുള്ളിൽ UDF ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും.